യൂത്ത് മൈഗ്രേഷൻ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അത് വസ്തുതയാണോ? അല്ല. ChatGPT-യോട് ചോദിച്ചാൽ പറഞ്ഞുതരും അത് വസ്തുതയല്ല. യൂത്ത് മൈഗ്രേഷൻ ഏറ്റവും കൂടുതൽ കേരളത്തിലല്ല. അതിൻ്റെ കണക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ യൂത്ത് മൈഗ്രേഷൻ എന്താണ് കുഴപ്പം എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം യൂത്തായിരുന്നപ്പോൾ എവിടെയായിരുന്നു? കേരളത്തിലായിരുന്നോ? അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന ഈ വർത്തമാനം പറഞ്ഞ ഈ നേതാവ് യൂത്ത് ആയിരുന്നപ്പോൾ കേരളത്തിലാണോ അദ്ദേഹത്തിൻ്റെ യൗവനത്തിൻ്റെ തീഷ്ണത ചെലവഴിച്ചത്? അല്ല. ഒരു കംപ്ലീറ്റ് അധ്യക്ഷനാകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ യൗവനം ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി കൊടുത്ത് പുറം രാജ്യങ്ങളിലെ ഈ സംവിധാനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച ഒരാൾ അദ്ദേഹം പറയാണ് ഇവിടെ വന്നിട്ട് യൂത്ത് മൈഗ്രേഷൻ കേരളത്തിൽ കൂടുതലാണെന്ന് തെറ്റായിട്ട് പറയാണ്. ഞാൻ എല്ലാ കാലത്തും യൂത്ത് മൈഗ്രേഷൻ എന്താ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ VK കൃഷ്ണമേനോൻ, ഇവിടെ മിച്ചിലോട്ട് മാധവൻ തൊട്ട് ഏത് കാലം തൊട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകൾ മനുഷ്യർ, ഇവിടുന്ന് പോകുന്ന ആളുകളെല്ലാം ഈ പറയുന്ന അക്കാഡമിക്സും ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത ആളുകളെല്ലാം വീട്ടിന് നല്ല ആവതുള്ള വീടുകളിൽ നിന്ന് പോയ ആൾക്കാരാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ വീടുകളിലും ആവതായപ്പോൾ അവരവരുടെ വീടുകളിൽ നിന്നെല്ലാം പുറത്തേക്ക് പോകുന്നു, പഠിക്കുന്നു. പണ്ട് കേംബ്രിഡ്ജിലോ ഈ പറയുന്ന ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലോ ഒക്കെ പഠിക്കാൻ അവസരം കിട്ടുകയും ഈ കമ്പ്യൂട്ടർ സംവിധാനം പോലെ അദ്ദേഹം പോയതുപോലുള്ള പുതിയ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെയൊക്കെ തുടക്കകാലത്ത് നിന്ന് ജോലി ചെയ്യാനൊക്കെ പറ്റുന്ന ആളുകൾ എന്ന് വെച്ചാൽ ഏറ്റവും സമ്പന്നമായിട്ടുള്ള വീടുകളിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഇപ്പം വീട് നാട്ടിൽ വേറെ ആവതുണ്ടായി വന്നു. മറ്റ് പലതരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് ലോൺ എടുത്തും മറ്റും ആളുകൾക്ക് പഠിക്കാൻ പോകും, ആളുകൾ പോവും, കുട്ടികൾ പോവും. അപ്പോൾ ഞാൻ യൂത്ത് എന്ന നിലക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ് എന്നും മൈഗ്രേറ്റ് ചെയ്തിട്ട് മറ്റ് രാജ്യങ്ങളുടെ കോർപ്പറേറ്റ് സംവിധാനങ്ങൾക്ക് വേണ്ടി എൻ്റെ യൗവനത്തിൻ്റെ അധ്വാനശേഷി വിനിയോഗിച്ചതാണ് എന്നതുപോലും ആലോചിക്കാതെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് പറയുകയാണ് യൂത്ത് മൈഗ്രേഷൻ എന്തോ മോശമാണ് കേരളത്തിലെന്ന്. അത് അദ്ദേഹം പറയുമ്പോൾ, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലക്ക് അദ്ദേഹത്തിൽ നിന്ന് കൂടുതലായിട്ട് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിപ്പോൾ കുമ്മനം രാജശേഖരനോ K. സുരേന്ദ്രനോ മറ്റോ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന BJP നേതാക്കൾ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു ട്രോളായിരിക്കും ഹർഷ ഇവിടെ ഉണ്ടാവുക. ഞാൻ പറഞ്ഞ ഇപ്പോൾ ട്രോൾ സോഷ്യൽ മീഡിയയിൽ ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ CPM-കാരും കോൺഗ്രസ്സുകാരൊക്കെ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലെ നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്ന സുരേന്ദ്രനോ കുമ്മനം രാജശേഖരനെ പോലെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ നേതാക്കൾ ആയിരുന്നു ഇതെങ്കിൽ ഈ ഇവിടുത്തെ മറ്റു മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ വല്ലാതെ ട്രോൾ ചെയ്ത് തന്നെ ഇത് മണ്ടത്തരാണെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു. ഇപ്പോൾ ആരും പറയുന്നില്ല. എന്താ അദ്ദേഹം കുറച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന കുറച്ചുകൂടെ നല്ല പ്രൊഫൈലൊക്കെ ഉള്ള ഒരു മൈഗ്രേഷൻ ചെറിയ കാലത്തിലേ നടത്തിയിട്ട് പിന്നെ നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്ന സംസ്ഥാന അധ്യക്ഷനായിട്ട് മാത്രം തിരിച്ചു വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്ന ഒരാളായതുകൊണ്ട് ആ തരത്തിലൊരു ബഹുമാനം കൊടുക്കുന്നതുകൊണ്ടാണ് ആളുകൾ ട്രോളാത്തത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഇത്തരം വർത്തമാനങ്ങൾ പറയുമ്പോൾ 4 വശവും ആലോചിച്ചിട്ട് വേണം പറയാൻ എന്ന് ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ എത്രയോ സാധാരണക്കാരായ ഒരാളാണ്. പക്ഷേ കേരളം അദ്ദേഹത്തോട് നിശബ്ദമായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു.